ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് നിഫ്റ്റി കൺസോൾട്ടേഷനിലാണ്. നല്ല കൺസോൾട്ടേഷനാണ് നിഫ്റ്റിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിൽ തന്നെയാണ് 24,918ൻ്റെയും 24,795ൻ്റെയും ഇടയിൽ തന്നെയാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇതിലൊരു മൂവ്മെൻ്റ് ആയിട്ടില്ല. ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നിഫ്റ്റിക്ക് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക, 9-ാം തീയതി ഡേറ്റ്, 9-ാം തീയതിയിലത്തെ ക്യാൻഡിൽസ് ഇത്രയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലിപ്പോൾ നല്ലൊരു അടിപൊളി ട്രേഡ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇല്ലേ. നമുക്കൊരു 10 പോയിൻ്റ് എടുക്കാനുള്ള സെറ്റപ്പുകളിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഒരു അടിപൊളി ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് ഇല്ല. നമുക്ക് രാവിലെ ഉണ്ടായിരുന്ന ട്രേഡ്, ഫ്രീ ഗ്രൂപ്പിലൊക്കെ കിട്ടിയ ട്രേഡ് നല്ലൊരു ട്രേഡായിരുന്നു കേട്ടോ. രാവിലെ ഫസ്റ്റ് കിട്ടിയ ട്രേഡ് ഇതായിരുന്നു. ഈ 1-ാമത്തെ ട്രേഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ട്രേഡ്. അത് 22 പോയിൻറ്റോളം വൺ വേയിൽ പോയിട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിലത്തെ ഫസ്റ്റ് ട്രേഡ് ആയതുകൊണ്ടും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ട്രേഡ് ആയതുകൊണ്ടും പെയ്ഡ് ഗ്രൂപ്പുള്ളവർ കേട്ടോ. അപ്പോൾ അത് ഒരു നല്ലൊരു ട്രേഡായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 64-ലാണ്. 64 1:1 വന്നിട്ടുണ്ട്. അത് 10 പോയിന്റിൽ നിങ്ങൾ പോസിറ്റീവ് ഹിറ്റായി പോയ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഹിറ്റായി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല. അത് റിസ്ക് എടുത്ത് ഹോൾഡ് ചെയ്യുന്നവർക്കാണ് 10 പോയിന്റ് ഞാൻ പറയണത്. പിന്നെ 74 റീ എൻട്രി എടുക്കുന്നവർക്ക് അവിടെ SL വന്നിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ സംഭവിച്ചതാണത്. ബേസിക്കലി ഈ എൻട്രി ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഗ്രൂപ്പിൽ, പക്ഷേ റീ എൻട്രി എടുക്കുന്നവരുണ്ടാവും. പക്ഷേ 74 നിങ്ങൾ നോക്കി വെക്ക്. ഇത് മാത്രമല്ല, ഇവിടെയും എല്ലായിടത്തും ഒരു 4-5 SL ചറപറാന്ന് വരും. 74 എല്ലാ റീ എൻട്രികൾ SL-ആണ്. അത് പൊതുവെ കാണാത്തൊരു സംഭവമാണ്. ഈ 4 സൈഡിലും SL വന്നിട്ടുണ്ട്. ഈ ഇത്രയും സൈഡിലും ഒന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലായില്ലേ. ബേസിക്കലി ഞാൻ ഗ്രൂപ്പിലൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ SL ആണെങ്കിലും ഞാൻ ഗ്രൂപ്പിൽ എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അത് വേറെ കാര്യം. ജസ്റ്റ് ഇവിടെ വരെയാണ് നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേറെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് കൊടുക്കേണ്ട ഒരു മാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ട്രേഡുകളൊക്കെ ഞാൻ ഇരുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ നമുക്കുണ്ടായിരുന്ന 24,800 പിയിലാണ്. പിയിലും ട്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് 1:1 ആണ് കേട്ടോ. 1:1 വന്ന ശേഷം പിന്നെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ടോട്ടൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിഫ്റ്റി നിന്നോടെ തന്നെ നിൽക്കണത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ ക്രൂഡ് ഓയിലാണുള്ളത്. ക്രൂഡ് ഓയിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ഒരു 10-30 പ്ലസിലാണ് രാവിലെ ഓപ്പൺ ആയത്. ഇപ്പോൾ ഒരു 50 പ്ലസിൽ നിൽക്കുന്നുണ്ട്. അത്രയ്ക്കുള്ള മൂവ്മെൻ്റ് ആയിട്ടുള്ളൂ. എന്നാലും മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാം. എന്നാലും 2 ദിവസം നല്ല കൺസൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നല്ലൊരു ബ്രേക്കിങ് കിട്ടും. ഇനിയിപ്പോൾ ന്യൂസ് ബേസ്ഡാണെങ്കിൽ ഇതിന് നല്ല രീതിക്കുള്ള ബ്രേക്കിങ് കിട്ടും. ഏതായാലും ന്യൂസുകൾ വരാനുണ്ടെങ്കിൽ കൂടി. അപ്പോൾ ടോട്ടൽ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ട്രേഡിംഗ് എന്ന് പറഞ്ഞ മേഖല 100% ആർക്കും ഒരു സേഫ്റ്റിയോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ കൊടുക്കുന്ന ഒരു മേഖലയല്ല. നിങ്ങൾ ഈ ശതമാനത്തേക്ക് എത്തിച്ചേർന്നതാണ്. നിങ്ങളിപ്പോൾ നിൽക്കേണ്ടത് ചിലപ്പോൾ 10%, ചിലപ്പോൾ 50%, ചിലപ്പോൾ 80% നിൽക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരുന്ന സംഭവമാണ്. ഒരിക്കലും ഒരാൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കാനും പറ്റില്ല. നിങ്ങളായിട്ട് നിങ്ങളുടെ ആ ഒരു വേ നിങ്ങൾ കണ്ടുപിടിക്കണം, മനസ്സിലായാൽ. എന്നാലാണ് നമുക്ക് പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും എന്തിനാണ് വന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്ത് സെറ്റപ്പുകൾ മനസ്സിലാക്കിയിട്ട് തന്നെ വരണം. പലരും ഇപ്പോഴും ഒന്നറിയാണ്ടാണ് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അതിലൊന്നും കിട്ടാനില്ല. നിങ്ങൾക്കൊരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലായാലാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഇതിൽ ഒന്നും മനസ്സിലാവേണ്ട ആൾക്കാരാണ് ഒരു 80% ആൾക്കാർ ട്രേഡിങ്ങിൽ. എന്താണ് ട്രേഡിങ്ങിൽ നടക്കണത്, എവിടേക്കാണ് ബൈ ചെയ്യേണ്ടത്, ഈ സ്റ്റോക്കിലാണെങ്കിലും ശരി, ക്രൂഡ് ഓയിലാണെങ്കിലും ശരി, ഗോൾഡിലാണെങ്കിലും ശരി, ബിറ്റ് കോയിൻ ആണെങ്കിലും ഇനിയിപ്പോൾ കറൻസി വേറുകളാണെങ്കിലും ഇതിനൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൈസുകളുണ്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കാണ്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊന്നും ചെയ്യാനില്ല. അതൊക്കെ നിങ്ങളുടെ ലോസിലേക്ക് പോവുള്ളൂ. അപ്പോൾ എന്തിന് ബൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാണ്ട് ബൈ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നത് എക്സാക്റ്റ് പ്രൈസാണ്. ഇന്ന പ്രൈസിൽ ആണ് ബൈ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റഡി ഒന്നുമല്ല, ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റും ചെയ്ത് തരും, ഒരു പ്രശ്നമില്ല. മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുത്തിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ലോസ് ഉണ്ടാക്കുക. ഒന്നും മനസ്സിലാക്കാണ്ട് നിങ്ങൾ ഓരോന്ന് ചെയ്തിട്ട് ലോസ് വരുത്തിയിട്ടും പ്രോഫിറ്റ് എന്തിനാണ് വന്നത്, ലോസ് എന്തിനാണ് വന്നത് മനസ്സിലാവാണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ സംസാരിക്കണമെങ്കിൽ കാര്യമില്ല. പ്ലാനുള്ളവരുടെ അടുത്താണ് സംസാരിക്കുന്നത് കേട്ടോ.
അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ചൂടാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.